വയനാട് പുനർനിർമ്മിക്കാൻ കാശ് വേണമെന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കേരളീയരെ? ഇതുവരെയുള്ള കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. പെൻഷൻ കൊടുക്കാൻ കാശില്ല, KSRTC തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല, പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ സഹായമായ കാരുണ്യ പദ്ധതിക്ക് കാശില്ല, ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങി, സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും കാശില്ല. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത ബാധ്യതകൾ. കേന്ദ്രവിഹിതം മുഴുവൻ കിട്ടിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്നും കടം വാങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് വരെ കൊടുക്കേണ്ടി വന്നു കേരള സർക്കാരിന്. സാമ്പത്തിക അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന നിലയിലിരിക്കവെയാണ് വയനാട്ടിലെ ഈ ദാരുണമായ ദുരന്തം. നമ്മുടെ പാവം മുഖ്യമന്ത്രി എന്തു ചെയ്യാൻ അല്ലെ? ഇങ്ങനെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചല്ലേ പറ്റൂ. എന്നാൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കേരളം മുട്ടുകൊത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പാവം മുഖ്യമന്ത്രി ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കേരളം ഇനിയും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ കമിഴ്ന്നടിച്ച് ഇനിയും വീഴാൻ പോകുന്നത്. ആ മഹത്തായ കാര്യത്തിന്റെ പേരാണ് നവകേരള സദസ്. ഈ സദസ് നടക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും മുഖ്യന്റെയും മന്ത്രിമാരുടെയും മുഖമായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഇപ്പറഞ്ഞ ഹോർഡിങ്ങുകൾ അന്ന് വെച്ച വകയിൽ 2,46,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് സർക്കാർ. കേരളത്തിൽ ഉടനീളം 364 ഹോർഡിങ്ങുകളാണ് രാജാവിന്റെ മുഖവുമായി സ്ഥാപിച്ചിരുന്നത്. ഒരു ടെൻഡർ പോലും വിളിക്കാതെ PRDCക്കാണ് നവകേരള സദസ്സിന്റെ എല്ലാ പണിയും മുഖ്യനെ ഏൽപ്പിച്ചിരുന്നത്. 55 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് തുടങ്ങിയ ഹോർഡിംഗ് പണി അവസാനിക്കുമ്പോഴായ ചിലവാണ് ഇപ്പോൾ അനുവദിച്ച 2,46,00,000. ഇത് കൂടാതെ നവകേരള സദസ്സിന്റെ ഭാഗമായി കലാജാഥ സംഘടിപ്പിച്ചതിന് 48 ലക്ഷം രൂപയും KSRTC ബസ്സിൽ നവകേരള സദസ്സിന്റെ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് 16,99,000 രൂപയും റെയിൽവേ ജിംഗിൾസിന് 41,21,000 രൂപയുമാണ് ചിലവായി വന്നിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ നവകേരള സദസ്സിന്റെ പോസ്റ്ററുകളും ബ്രോഷറും ക്ഷണക്കത്തും എല്ലാം കൂടെ പ്രിന്റ് ചെയ്തിറക്കിയതിന് ചിലവായ തുക എത്രയാണെന്ന് അറിയാമോ? 9,16,00,000 രൂപ. അതിൽ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്ത വകയിലുള്ളത് 7,47,00,000 രൂപ ഓഗസ്റ്റ് 2 അനുവദിച്ചത് അന്നേ വാർത്തയായിരുന്നു. ബാക്കി തുക മെയ് 4 തന്നെ അനുവദിച്ചിരുന്നു. 25,40,000 പോസ്റ്ററുകളാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഖം വെച്ച് അച്ചടിച്ചതെന്ന് ഓർക്കണം. അതായത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ചിന്തയിൽ മാത്രം കോടികൾ മുഖ്യമന്ത്രി നവകേരള സദസ്സിനിടയിൽ ചിലവഴിച്ചു. എന്തൊരു മഹാമനസ്കൻ അല്ലെ? മുഖ്യമന്ത്രിയുടെ ദൂരത്തിന്റെ കണക്കുമായി ആരെങ്കിലും വരുമ്പോൾ വിവരാവകാശം കൊടുക്ക് എന്ന് ന്യായീകരിക്കുന്ന അടിമ കമ്മികളോടാണ് പറയുന്നത്. കേരളീയത്തിന്റെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച മാധ്യമ പ്രവർത്തകന് കിട്ടിയ മറുപടി വിവരങ്ങൾ ലഭ്യമല്ല എന്നതാണ്. നവകേരള സദസ്സിന്റെയും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായത് ഈ തുക അനുവദിച്ച് കിട്ടുന്ന ഉത്തരവുകൾ വഴിയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? മുഖ്യമന്ത്രിയുടെ ചിലവുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ധൂർത്തുകൾ സുതാര്യമാണെന്നാണോ? കിടപ്പ് രോഗികൾക്ക് കൊടുക്കാറുള്ള പാലും മുട്ടയും പോലും സമയത്തിന് കൊടുക്കാൻ കഴിയാത്ത ഈ കേരളത്തിൽ കോടികൾ മുടക്കി പണക്കാരായ പൗരപ്രമുഖരെ വിളിച്ചു വരുത്തി പാലിൽ അണ്ടിപ്പരിപ്പിട്ട് കഴിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു മുഖ്യ? ലൈഫ് മിഷൻ അനുവദിച്ച് കിട്ടുമെന്ന് കരുതി സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഉള്ള വീടുകൾ പൊളിച്ച് 1 വർഷത്തിലധികമായി ഷെഡുകളിൽ കഴിയുന്ന മനുഷ്യരുള്ള കേരളത്തിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് താങ്കളുടെ മുഖം പോസ്റ്റർ ഒട്ടിച്ച് കാശ് കളയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു മുഖ്യ? മുഖ്യന് കോടിക്കണക്കിന് രൂപയ്ക്ക് നവീകരിച്ച ക്ലിഫ് ഹൗസും സ്വിമ്മിംഗ് പൂളും പൊതുജനങ്ങൾക്ക് ഷെഡും ദുരിതാശ്വാസ ക്യാമ്പും എന്നതാണ് കേരളത്തിലെ സ്ഥിതി. പെൻഷൻ ലഭിക്കാതെ റേഷനരി കഞ്ഞി വെച്ച് അതിൽ മുളക് പൊടിയിട്ട് തിന്ന് ജീവിച്ച ഒരു ചേച്ചിയുടെ മുഖം ഒരു വീഡിയോയിൽ കണ്ടത് മറക്കാൻ കഴിയുന്നില്ല. അവരിപ്പോൾ ജീവനോടെ ഇല്ല. മറിയക്കുട്ടി അമ്മയെ പോലെ പെൻഷൻ കിട്ടാനായിട്ട് ജീവിക്കാൻ വകയില്ലെന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ മറ്റൊരമ്മയും ഇപ്പോഴും ജീവനോടെ ഇല്ല. അവരുടെയൊക്കെ ആത്മാക്കൾ പോലും പൊറുക്കില്ല ഇതൊന്നും. ഇനിയും ചാനലുകളിൽ വന്നിരുന്ന് പൊതുജനത്തിന് മുന്നിൽ ഇങ്ങനെ അഭിനയിക്കരുത് മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് താങ്കളെയും താങ്കളുടെ വാക്കുകളെയും അത്രമേൽ വിശ്വാസമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയൊരു രാജാപ്പാട്ട് ദൂർത്ത് കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? സ്വന്തം ജനങ്ങളെ പറ്റി ഇത്ര ചിന്തയില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യ, പണത്തിന്റെയും അധികാരത്തിന്റെയും നിറവിൽ തലപ്പാവ് വെച്ച് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീരിന് മേൽ സിംഹാസനം ഉറപ്പിച്ച് കേരളം മുഴുവൻ ഒരു രാജാവിനെ പോലെ എഴുന്നള്ളിപ്പ് നടത്താൻ താങ്കൾക്ക് ഒരു പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ മനസ്സുകൊണ്ട് താങ്കൾ ഒരിക്കലും ഒരു നല്ല ഭരണാധികാരി അല്ല. അത് പ്രവർത്തികൾ കൊണ്ട് തന്നെ താങ്കൾ തെളിയിച്ചു കഴിഞ്ഞു. കേരളം ദുരന്തങ്ങളുടെ ഘോഷയാത്ര കുറെ കാലങ്ങളായി അനുഭവിക്കുകയാണ്.
അപ്പോഴെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു വാചകമുണ്ട്, അങ്ങയുടെ കാര്യത്തിലും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ദുരന്തവും ഞങ്ങൾ അതിജീവിക്കും.